മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കൂർക്കൽ മെഴുക്ക് വരട്ടിയാക്കാം. ആദ്യം കൂർക്കൽ ചിരണ്ടി നമുക്ക് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി, ചുമന്നുള്ളി. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ കിച്ചൺ ശോശാമ്മ. നമുക്കിച്ചിരി കുരുമുളക് ചതച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് അത് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കൂർക്കലിട്ട് കൊടുക്കാം. കൂർക്കൽ മെഴുക്ക് വരട്ടി വെച്ചത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ കിച്ചൺ ശോശാമ്മ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ മെഴുക്ക് വരട്ടി, കൂർക്കൽ മെഴുക്ക് വരട്ടി വെച്ചത്. നിങ്ങൾക്ക് ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചിരണ്ടി എടുക്കാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. ചിരണ്ടി എടുക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞാലും ഇതൊരു പ്ലാസ്റ്റിക് കവറിലോ തുണിക്കകത്തോ ഇട്ടിട്ട് നല്ലപോലെ ചെറുങ്ങനെ ഒന്ന് തല്ലി, തുണി അലക്കുന്ന പോലെ ചെറുങ്ങനെ തല്ലിയിട്ട് 4-5 നീര് വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്രയും ചെറിയത് കൂർക്കലൊക്കെ ആരും അങ്ങനെ ചെത്തൂല. അതങ്ങനെ ചിരണ്ടി എടുത്താൽ മതി. ചിരണ്ടണ്ട, വെള്ളത്തിലിട്ട് നല്ലപോലെ. ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൂർക്കൽ മെഴുക്ക് വരട്ടി വെക്കുക.